സൽമാനെ ആ ടിഫിൻ ബോക്സ് എടുത്തിരുന്നേ ഇല്ല സാധനം എപ്പോ നോക്കിയാലും ഇത് നിനക്കെടുത്തിട്ട് ആ സിംഗില് കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്തത്ര കേട് എനിക്ക് കൊടുത്തിട്ടൂടെ തിന്നാണ്ട ഈ മുമ്പിൽ കൊരങ്ങ ഭയങ്കര സാധനം തന്നെത് പേനും ബുക്കും കാര്യങ്ങളൊന്നും ഇല്ലേ എന്റെ മക്കാച്ച് തങ്ങൾ പോവാ ഇതെന്താ അതിന്റെ കൂട്ടുകാരനെ അവിടെ വെച്ചേക്ക് എന്തൊരു കഷ്ടാണ് നോക്കണത് അവിടെ വെച്ചോളേ പോയിട്ട് ഇപ്പൊ ഇതൊക്കെ തുടങ്ങിയ ഞാനൊന്നും കൂട്ടുകാരൻ വലിക്കണതാ എന്തങ്ങനെ ഏയ് അതവിടെ വെച്ചോന്ന് പൊയ്ക്കങ്ങളേ ആ സാധനം അങ്ങോട്ട് എന്താണ് എനിക്ക് ഇത്ര ചുരുക്കാളത് ഇതെവിടുന്ന കിട്ടിയത് പറയടാ ഇതെവിടുന്ന കിട്ടിയത് എന്റെ കൂട്ടുകാരെ മേടിച്ചു അത്ര തന്നെ ഉള്ളു മേടിച്ചു തരിക മേടിച്ചു മാറ്റിച്ചത് എന്തപ്പത് നിന്റെ കൂട്ടുകാരൻ തന്നാണ് എന്ത് കൂട്ടുകാരൻ ഇങ്ങനത്തെ മുതലൊക്കെ കൂട്ടുകാരന്മാര് തരിക വലുതോന്നില്ലല്ലോ വല്ലോട് ചലക്കാൻ നിൽക്കണം മര്യാദക്ക് തന്നോ സാധനം ഈ വക പരിപാടി എന്തിനുള്ളിൽ നടക്കില്ല ഇതെന്താ വിചാരിച്ചത് എന്താ ബഹളന അന്റെ അനിയന്റെ സ്ഥിതി എനക്ക് അറിയോ എന്നാണ്ട് ബാഗില് ഒന്ന് നോക്കി നോക്ക് അനിയന്റെ ബാഗിൽ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞോണ്ടേ ഉള്ളൂ അതിന് ചെയ്യണോണ്ടൊന്നുമില്ല ബാക്കി പീസ് അവിടെ ബാഗിലൊന്നും ഇല്ല ചിക്കൻ തന്നെ ബോക്സ് ഒക്കെ എടുത്ത് പുറത്തൊക്കെ ഇട്ടിട്ട് എന്താ കാട്ടണത് ഒന്ന് പൊയ്ക്ക ജോമെട്രി ബോക്സും കെടുത്തും പഠിക്കാനായിട്ട് പോണത് കൂട്ടുകാരൻ നന്നാണ് കൊണ്ടെടുത്തേക്കാൻ വേണ്ടി തന്നാണ് അല്ലാണ്ടൊന്നുമില്ല എടുത്തേക്കാൻ തന്നാണ് മോന്റെ വീട്ടില് സീനാവും നമ്മുടെ വീട്ടിൽ പാലിന്റെ ബാഗ് വെക്കാനാ ടോപ്പ് പോയി ഒന്ന് ആലോചിച്ചു എന്താണിത് മനുഷ്യന്മാരെ ഫോട്ടോ ഉപയോഗിക്കാൻ സമ്മതിക്കൂല സൽമാനെ ഇതറിഞ്ഞോണ്ടല്ലോ ഇപ്പൊ വീട്ടിൽ കൊടുന്നത് അല്ല പിന്നെ ഞാനിത് അറിയാണ്ടെടുത്ത് ബാഗിൽ വെച്ചാണ് നിനക്ക് ആര് തന്ന് കൂട്ടുകാരെന്നാണ് എന്തിന് കൂട്ടുകാര് പറഞ്ഞാൽ നല്ല സുഖം ഉണ്ടാവും അപ്പൊ ഇത് വലിച്ച എനിക്ക് സുഖം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പൊ നാളെ കഞ്ചാവ് വലിക്കൂല അതിലും സുഖമല്ല അത് MDM ഉപയോഗിക്കൂല ആര് കണ്ടിട്ടാണ് അറിയാണ്ട് ബാഗിൽ വെച്ചാണ് ഇതിപ്പോ കറക്റ്റ് ആ സമയത്ത് ഉമ്മയും കാണും ചെയ്തു ഞാനിത് വെച്ചത് ആദ്യമായിട്ട് വെച്ചാണോ പിടിച്ചാണ് എനിക്ക് വയ്യ കൂട്ടുകാര് വെച്ചാണോ എനിക്കറിയില്ല ഒന്നാണ്ട് തന്നാ എനിക്ക് പുതിയൂല ഞാനില്ല നമുക്ക് വാപ്പല്ലാത്താണ് കഷ്ടപ്പെട്ടാണ് ആ തള്ള നമ്മളെ വളർത്തുന്നത് എന്നോട് ഞാൻ പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ കുഴപ്പത്തിൽ പോയി ചാടുമ്പോ കുഴപ്പത്തില് ചാടിയിട്ടില്ല ഇപ്പൊ മിഞ്ഞാത്തെ വാർത്ത കേട്ടേ എന്തായാലും അറിയില്ല അതും കാണില്ല ഇപ്പൊ എന്താ ഈ ഫോണില് പരിപാടി പഠിക്കല്ലേ 5-ാമതിനെ കൊന്നാണ്ടായി അതും കണ്ടില്ല അത് ഇതുപോലെ തന്നെയാണ് അത് മദ്യം ഇതേപോലെ ഓരോന്ന് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്റെ പൊന്നു മോനത്തൊക്കെ ആരും തന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തൂർക്കെടുക്കും ഇന്ന അതിന് കിട്ടൂല എന്ന് പറയാം ഞങ്ങൾ ആരേലും കയ്യില് സാധനങ്ങൾ കണ്ടിട്ടുണ്ടേ എന്റെ അക്കാമാരും എന്റെ മാമാന്റെ മക്കളും അവരൊക്കെ കയ്യിലില്ലേ അവരൊക്കെ നടക്കണില്ല അവർക്ക് എത്ര പ്രായമായി അവരാരെങ്കിലും കയ്യിൽ ഇങ്ങനത്തെ കണ്ടിക്കണം ഉപയോഗിക്കണത് അല്ലെങ്കിൽ തന്നെ ഓരോ പ്രശ്നങ്ങളാണ് ഉമ്മാക്ക് ചിരിക്കണ്ട ചിരിക്കാൻ വേണ്ടി പറയില്ല എനിക്ക് എടാ ഇതുപോലത്തെ ഓരോന്നും ചെറുതുമെന്ന് ഉപയോഗിച്ചിട്ടാണ് വലുതുമൊക്കെ എത്തുന്നത് ഈ ഉപയോഗിക്കണില്ല ഇതാലും കണ്ട ഞാൻ പറയണേ അറിയാം എന്റെ സ്കൂളിൽ അവിടെ ഇതൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളത് അങ്ങനെ എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അപ്പൊ ടീച്ചർമാരോട് പോയി പറയണം ഞാൻ എന്റെ കൂട്ടുകാരെ വലിക്കുകയാണെന്നുണ്ടെങ്കിലും ആര് വലിക്കുകയാണെന്നുണ്ടെങ്കിലും മനസ്സിലാവണ്ട ഇങ്ങനത്തെ വല്ല MDMO അല്ലെങ്കിൽ കഞ്ചാവോ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ആര് ഉപയോഗിക്കണുള്ളൂ ടീച്ചറോട് പറയാ നീ കട പൊന്നിക്ക് ഉപയോഗിക്കുക കേട്ടാ
നിനക്കറിയോ ഈ വെഞ്ഞാറമൂട്ടിലുണ്ടായ സംഭവം എന്താന്നുള്ളത്? എടാ, അന്റെ ഇക്കാക്കാടെ പ്രായമുള്ള ഒരാളാണ് അതിന്റെ സ്വന്തം അനിയനെയും അതിന്റെ ഉമ്മാനെയും അതിന്റെ വല്യാപ്പാനെയും എല്ലാരും കൊല്ലാൻ നോക്കിയതും പോന്നതും ഒക്കെ. അത് ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പൊ എനക്ക് ഇങ്ങനെയുള്ള ചെറിയ സാധനം ഉപയോഗിക്കാൻ തോന്നും, പിന്നെ വലുപ്പത്തിലേക്ക് ചെല്ലുമ്പോ ഇങ്ങനത്തെ വലുത് ഒക്കെ ഉപയോഗിക്കാൻ തോന്നും. അതുകൊണ്ട് ഇങ്ങനത്തെ അതിലേക്ക് ഒന്നും പോയി ചാടരുത് കേട്ടാ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ ചാടിക്കാനല്ലേ മോനെ, ചാടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. മനസ്സിലായോ? അത് തന്ന ആളാരാണെന്ന് വെച്ചാൽ ആ ആളെ കാർഡ് പറഞ്ഞു കൊടുക്കണം കേട്ടാ. തൽക്കാലം ഇപ്പൊ ഈ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക് കേട്ടോ. എക്സാമും കാര്യങ്ങളൊക്കെ അല്ലേ, തൽക്കാലം പഠിക്കാനുള്ള വഴി നോക്ക്. പഠിച്ചിട്ട് നല്ല മാർക്ക് മേടിച്ച് കാക്കാനെ പോലെ മാർക്കൊക്കെ മേടിച്ചിട്ട് ജോലിയൊക്കെ നേടാൻ നോക്കട്ടാ. അല്ലാണ്ട് ഉമ്മയുടെ കുട്ടിയുടെ ഉള്ള ഒരു ഇതുകൊണ്ടെന്നെല്ലാം ഇങ്ങനെ പറയണത് കേട്ടാ. അതുപോലെ തന്നെ കാക്കാനോടും ഉമ്മാനോടും ഒക്കെ നല്ല സ്നേഹത്തിൽ വേണം പെരുമാറാന്. ഇവിടെ ആകെ നമ്മൾ മൂന്നാളും മാത്രല്ലേ ഉള്ളൂ അല്ലേ? അല്ലേ? ഇവനെ കൊണ്ട് പുറത്തു പോയിട്ട് ഇതിൽ കഴിച്ചിട്ട് വരുന്നുണ്ടാവും. ചിരിക്കല്ലേ, പഠിച്ചോനെ എന്റെ മക്കളെ കാത്തുരക്ഷിക്കണേ. ഉപ്പല്ലാണ്ട് ഞാൻ എന്റെ കുട്ടികളെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നോക്കിണ്ടാക്കുന്നത്. റബ്ബേ എന്നെ ചതിക്കല്ലേ. മാതിരിയുള്ള ആൾക്കാരുടെ നിന്നൊക്കെ എന്റെ കുട്ടികളെ കാത്തുരക്ഷിക്കണേ. നാളെ ഏലോകത്തും പരലോകത്തും നല്ല രീതിക്ക് വരണം എന്റെ കുട്ടികളെ. കാത്തുരക്ഷിക്കണേ റബ്ബേ.